നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രീൻ ടീ ഉണ്ടാക്കിയാൽ മതിയെന്ന്. പിന്നെ എന്തിനാ കോഫി വെച്ചിരിക്കുന്നത്? പിന്നെ അഞ്ജലി, നീ മറ്റേ ഗ്യാസിൽ എന്തിനാ ചായ വെച്ചിരിക്കുന്നത്? ചേച്ചി ഇവിടുത്തെ പ്രധാനമന്ത്രി വല്ലവുമാണോ? ചേച്ചി പറയുന്നത് പോലെ തന്നെ ഞങ്ങളൊക്കെ അങ്ങ് ചെയ്യാനായിട്ട്. എനിക്കിഷ്ടം ഗ്രീൻ ടീ ആണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെ ചെയ്തല്ലോ. നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ? മറന്നുപോയോ നിങ്ങൾ? ഈ വീട്ടിൽ ആദ്യം വന്നത് ഞാനാ. ഞാൻ എല്ലാവരെക്കാളും ഇളയതാ എന്ന് വെച്ച് വായും പൂട്ടിയിരിക്കണമെന്നുണ്ടോ? നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടാ ഞാൻ വന്നത്. പക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. അത് ശരി, നീ എന്താ പറയുന്നത്? നിന്നേക്കാൾ ഞങ്ങൾ കുറച്ച് ജോലി ചെയ്യുന്നെന്നോ? ഓ, മൂന്നെണ്ണത്തിനും വീണ്ടും വഴക്കു തുടങ്ങി. രാവിലെ തന്നെ അങ്ങ് തുടങ്ങിക്കോണം വഴക്കിടാനായി. വീട്ടിലെ മരുമക്കൾ ആരതിയും ഭജനയും ഒക്കെ ചെയ്യണം നല്ലത് വരാൻ. എന്നാൽ നിങ്ങളെ നോക്ക്, എപ്പോൾ നോക്കിയാലും വഴക്കോട് വഴക്കു തന്നെ. അമ്മേ, എനിക്ക് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ രണ്ടുപേരും വരുന്നതിനു മുൻപ് ഇവിടെ ഒരു വഴക്കുമില്ലായിരുന്നു. ജോലിയും നന്നായി നടക്കുമായിരുന്നു. എന്നാൽ എപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വന്നോ അന്നു മുതൽ തീർന്നു എല്ലാം. അമ്മേ, ചേട്ടത്തി എപ്പോഴും അവരുടെ ഇഷ്ടത്തിനാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. നീയും മോശമൊന്നുമല്ല, നീയും അതുപോലെയൊക്കെ തന്നെയാ. നീ മിണ്ടാതിരിക്ക്. എന്റെ ദൈവമേ, 3 പേരും കൂടി ചേർന്ന് എന്നെങ്കിലും എന്റെ തല പൊട്ടിക്കും. വെറുതെ അടുക്കളയിൽ വന്ന് നിന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം 3 പേരും പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് മതി അടുക്കളയിൽ കയറി പണി ചെയ്യുന്നത്. 3 പേരും അങ്ങനെ ഒന്നും മിണ്ടാതെ കുളിക്കാനായി പോയി. അതുകഴിഞ്ഞ് അവർ വീട്ടിലെ ജോലി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ 3 പേരും ഒരുമിച്ച് എപ്പോൾ അടുക്കളയിൽ കയറുന്നോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തമ്മിൽ വഴക്കുണ്ടാക്കുമായിരുന്നു. സുഷ്മ 3 മരുമക്കളുടെ വഴക്കിലും ബുദ്ധിമുട്ടിയിരുന്നു. പക്ഷേ എന്തു ചെയ്യാൻ പറ്റും? ഒരിക്കൽ സുഷ്മയുടെ ഏതോ കൂട്ടുകാരി വീട്ടിൽ വന്നു. അപ്പോൾ സുഷ്മ 3 മരുമക്കളെയും വിളിച്ചു പറഞ്ഞു, ഇന്ന് നല്ല എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. ഇന്ന് എന്റെ കൂട്ടുകാരി ഇവിടേക്ക് വരുന്നുണ്ട്. നല്ല എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം. സുനിധി മോളെ, നീ പനീർ കറിയും ക്യാരറ്റ് ഹൽവയും നന്നായി ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് നീ അതുതന്നെ ഉണ്ടാക്കിക്കോ. പിന്നെ അർച്ചന മോളെ, മോള് ദാള് കറിയും. പിന്നെ മോളെ പ്രിയങ്കേ, നീ പൂരി ഉണ്ടാക്കാൻ തയ്യാറായിക്കോളൂ. അങ്ങനെ 3 പേരും അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാനായി തയ്യാറായി. അമ്മയും നല്ലതുപോലെ കള്ളം പറയുന്നുണ്ട്. അറിയില്ല നിന്റെ ഭക്ഷണമൊക്കെ എപ്പോഴാണ് അവർക്ക് നന്നായി തോന്നിയത്? ആദ്യം മുതൽക്കേ തന്നെ അമ്മയ്ക്ക് എന്റെ ഭക്ഷണമാണ് ഇഷ്ടം. അത് നിങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി കള്ളം പറയുന്നതായിരിക്കുമെന്നാ തോന്നുന്നത്. സത്യത്തിൽ എന്നു മുതലാണോ ഞാൻ വന്നത് അന്നു മുതൽ എന്റെ കൈകൊണ്ടുള്ള ഭക്ഷണമാ അമ്മയ്ക്കിഷ്ടം. അതാ അമ്മയ്ക്ക് ഇത്ര സന്തോഷം. അത് ശരി, ഞാൻ ഒട്ടും മോശമല്ല. എന്റെ കൈകൊണ്ടുള്ള ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനെന്തിനു കഷ്ടപ്പെടണം? ഞാൻ എന്റെ മുറിയിൽ കിടന്നുറങ്ങാൻ പോകുക. ഇതു പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്നും പോയി. പിന്നെ ഞാൻ ആരെ ബോധിപ്പിക്കാനാ ചെയ്യുന്നത്? ഞാനും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സുനിധിയും അവിടെ നിന്നും പോയി. അത് ശരി, ഞാനെന്താ നിങ്ങളുടെ വേലക്കാരിയോ? ഞാനെന്തിനാ എല്ലാം തന്നെ ചെയ്യേണ്ടത്? ഞാനും എന്റെ മുറിയിൽ പോയി കിടന്നുറങ്ങാൻ പോവാ. 3 മരുമക്കളും ഓരോരുത്തരായി മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് സുഷ്മയുടെ കൂട്ടുകാരി വന്നപ്പോൾ സുഷ്മയോടൊപ്പം സംസാരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവളുടെ 3 മരുമക്കളെയും അവൾ വിളിച്ചു വരുത്തി. വരൂ മക്കളെ, വിമല ചേച്ചി വന്നിട്ടുണ്ട്. അവൾക്ക് കഴിക്കാൻ കച്ചോറി കൊണ്ടുവാ. അമ്മേ, ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയില്ല. പ്രിയങ്ക ചേച്ചി പറഞ്ഞു അവർക്ക് വയ്യാന്ന്. അവർ വിശ്രമിക്കാൻ പോയി. പിന്നെ ഞാനെന്താ തനിയെ ജോലി ചെയ്യണോ? അതുകൊണ്ട് ഞാനും പോയി. ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തനിയായി. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഞാനും പോയി. അയ്യോ അമ്മേ, എനിക്ക് കുറച്ച് ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ വിശ്രമിക്കാനായി പോയതാ. ഇവർ രണ്ടുപേരും ജോലി ചെയ്യേണ്ടതല്ലേ? പക്ഷേ ഇല്ല, ഇവർ രണ്ടുപേരും ഇത്രയൊക്കെ ഉള്ളൂ. 3 പേർക്കും നാണമാവുന്നില്ലേ? വീട്ടിലൊരു അതിഥിയെ വിളിച്ചു വരുത്തിയിട്ട് അടുക്കളയിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു. അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? എനിക്ക് 3 മരുമക്കളുണ്ട്, എന്നിട്ടും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. 3 പേരും എന്റെ കൺമുൻപിൽ വന്നു പോവരുത്. അയ്യോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. എനിക്കുമുണ്ട് മരുമകൾ, അവൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല. 3 മരുമക്കളുണ്ടായിട്ട് ഞാൻ കരുതി സുഷ്മേ നിനക്ക് സുഖമായിരിക്കുമെന്ന്. എന്നാൽ സത്യത്തിൽ നിന്റെ അവസ്ഥ എന്നേക്കാൾ മോശമാ. ശരി, ഞാൻ പോവാ. വിമല അവിടെ നിന്നും പോയി. അപ്പോൾ സുഷ്മയുടെ ഭർത്താവ് മനോഹർ വന്നു. എനിക്കിന്ന് നന്നായി വിശക്കുന്നുണ്ട് സുഷമേ, കഴിക്കാനെന്ന് എന്താ? ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുറച്ചു നേരം ഇരിക്കൂ, എന്തെങ്കിലും ഒന്നുണ്ടാക്കട്ടെ. സുഷ്മ തനിയെ അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ട് 3 പേർക്കും നാണം പോലും വന്നില്ല. പകരം അവർ വീണ്ടും വഴക്കുണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടും കാരണം ഇതൊക്കെ. ഞാൻ മുറിയിലേക്ക് പോയെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം ഉണ്ടാക്കേണ്ടതല്ലേ? പക്ഷേയില്ല, നിങ്ങൾ രണ്ടുപേരും എന്റെ പുറകെ തന്നെ വന്നു. അത് ശരി, തെറ്റ് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും, എന്നിട്ടത് എന്റെ മുകളിൽ കൊണ്ടിടുന്നോ? അയ്യോ സുനിധി, നിനക്കും ചെയ്യാമായിരുന്നല്ലോ. നിന്റെ കയ്യാരും കെട്ടിവെച്ചിട്ടില്ലല്ലോ. 3 പേരും വീണ്ടും വഴക്കുണ്ടാക്കി. അവിടെ സുഷ്മയും മിണ്ടാതെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അന്നു മുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ അവർ തനിയെ ഉണ്ടാക്കി തിന്നാൻ തുടങ്ങി. ഒരിക്കൽ അർച്ചനയ്ക്ക് നല്ല വിശപ്പ് തോന്നി. അവൾ അടുക്കളയിൽ പോയി ചൂടുള്ള വടയുണ്ടാക്കാൻ തുടങ്ങി. അതിന്റെ മണം പിടിച്ച് സുനിധിയും പ്രിയങ്കയും വന്നു. എനിക്ക് വട ഒരുപാട് ഇഷ്ടമാ, അതും ഉരുളക്കിഴങ്ങിന്റെ. അത് ശരി, ഞാൻ കഷ്ടപ്പെട്ടിട്ട്
വട കഴിക്കാൻ വന്നിരിക്കുന്നു രണ്ടും. ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, നിങ്ങൾക്ക് വേണ്ടിയല്ല. റേഷന്റെ പൈസയില്ലേ ഞങ്ങളുടെ ഭർത്താക്കന്മാരും തരുന്നുണ്ട്, ഞങ്ങളും കഴിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിലേ തനിയെ അങ്ങ് ഉണ്ടാക്കിക്കോണം. ഞാൻ ആദ്യം എൻ്റെ ഉള്ളിവടയൊന്ന് ഉണ്ടാക്കി തീരട്ടെ. അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് നീ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. ഞാൻ കാണട്ടെ നീ ഒന്ന് ഉണ്ടാക്കുന്നത്. 3 മരുമക്കളും ഇതിനെപ്പറ്റി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അമ്മായച്ചനും അമ്മായിയമ്മയും വന്നു. അടുക്കളയിലെ ഈ അവസ്ഥ കണ്ട് അവർ ഞെട്ടിപ്പോയി. ദേഷ്യത്തോടെ സുഷ്മ അവർക്ക് നേരെ പൊട്ടിത്തെറിച്ചു. ഇത് കൂടുതലായി. എന്റെ മക്കളെല്ലാം എത്ര കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു, നിങ്ങളിവിടെ സാധനങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് 3 പേർക്കും ഞാനൊരു അടുക്കള തരും. നിങ്ങൾ 3 പേരും വേറെ വേറെ ഭക്ഷണം ഉണ്ടാക്കണം, അതും സംസാരിക്കാതെ. ഒരു അടുക്കളയിൽ വേറെ വേറെ അടുപ്പിൽ നിങ്ങൾ 3 പേരും ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ 3 മരുമക്കളും ഒരടുക്കളയിൽ വേറെ വേറെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി, അതും വേറെ വേറെ അടുപ്പിൽ. ഈ സുനിധിയുടെ ഭക്ഷണത്തിന് എന്ത് നല്ല മണമാ. ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണെന്ന് തോന്നുന്നു. പക്ഷെ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പുലാവ് ചെയ്ത് അത് കഴിക്കാം. ഇവിടെ അർച്ചനയും മനസ്സിൽ ചിന്തിച്ചു. എനിക്ക് പയറുകറി നന്നായി ഉണ്ടാക്കാനേ അറിയില്ല. പ്രിയങ്കയ്ക്കാണ് അറിയാവുന്നത്. അവളുടെ സഹായം ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല. അടുത്ത ദിവസം അർച്ചന ചേച്ചി ഇന്ന് കറിയും റൊട്ടിയും ഉണ്ടാക്ക്. ചേച്ചിയുടെ കൈകൊണ്ടുള്ള റൊട്ടി കഴിക്കാൻ എനിക്ക് നല്ല കൊതിയാവുന്നു. പക്ഷേ എനിക്കത് ഉണ്ടാക്കാനേ അറിയില്ല. 3 പേരും ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. അത് മറ്റുള്ളവരുടെ കൈകൊണ്ട് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്നാൽ എന്തു ചെയ്യാൻ പറ്റും? എന്നാൽ അവരെക്കാൾ സുഷ്മയായിരുന്നു സന്തോഷിച്ചത്. ഇപ്പോൾ അവരുടെ വഴക്കു കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ 3 മരുമക്കളുടെയും ശബ്ദം വെളിയിൽ കേൾക്കാത്തതുകൊണ്ട് വീട് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ പ്രിയങ്കയ്ക്ക് എന്തോ അസുഖം പിടിപെട്ട് അവൾ മുറിയിൽ തന്നെ ഇരിപ്പായി. അടുക്കളയിൽ ഇപ്പോൾ 2 മരുമക്കൾ മാത്രം ഒരുപാട് ബുദ്ധിമുട്ടി. എന്തുപറ്റി? പ്രിയങ്ക ചേച്ചി എപ്പോഴും ആദ്യം വരുന്നതാണല്ലോ അടുക്കളയിൽ. എന്നാൽ ഇപ്പോഴും വന്നില്ലല്ലോ. അച്ഛൻ ചേച്ചി നമ്മുടെ ഭക്ഷണം തയ്യാറായി, പക്ഷേ പ്രിയങ്ക ചേച്ചി ഭക്ഷണം ഉണ്ടാക്കാൻ വന്നില്ലല്ലോ. ഞാനും അതുതന്നെയാ ചിന്തിച്ചത്. വാ പോയി നോക്കാം. അവർ മുറിയിൽ പോയപ്പോൾ പ്രിയങ്ക അവിടെ ബുദ്ധിമുട്ടിലായിരുന്നു. അയ്യോ, ഇത് തീരെ വയ്യല്ലോ. അങ്ങനെ 2 നാത്തൂന്മാരും അവളെ നോക്കാൻ തുടങ്ങി. അടുത്ത ദിവസം പ്രിയങ്കയ്ക്ക് ഭേദമായി. അങ്ങനെ അവർക്ക് 3 പേർക്കും ഒരുമിച്ച് ഒരടുക്കളയിൽ ജോലി ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലായി. അവർ തന്റെ അമ്മായിയമ്മയുടെ അടുത്ത് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിച്ചു. അമ്മേ, ഞങ്ങൾ വാക്കു തരുന്നു, ഇനി ഒരിക്കലും ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. അതെ അമ്മേ, ഞങ്ങൾക്ക് 3 പേർക്കും വീണ്ടും ഒരേ അടുക്കളയിൽ ഒരുമിച്ച് ഒരേ അടുപ്പിൽ പാചകം ചെയ്യാൻ സമ്മതിക്കൂ. അതെ അമ്മേ, ഞങ്ങൾ ഇനി വഴക്കുണ്ടാക്കുകയേയില്ല. ശരി, നിങ്ങൾ സത്യം ചെയ്തതാ ഇനി മുതൽ വഴക്കേ ഉണ്ടാക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ 3 പേർക്കും ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള അനുവാദം ഞാൻ തരാം. അന്നു മുതൽ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. ഒരുമിച്ച് നിൽക്കാനും തുടങ്ങി. അങ്ങനെ വീട്ടിൽ ശാന്തത നിറഞ്ഞു. വൃന്ദയ്ക്ക് 2 പെൺമക്കളല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. മൂത്ത മകൾ സുനേന പണക്കാരനായ ആകാശിനെ കല്യാണം കഴിച്ച് നഗരത്തിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ വൃന്ദയുടെ ഇളയ മകളായ വർഷയുടെ കല്യാണവും അതേ നഗരത്തിലെ സാധാരണ ഒരു പയ്യനുമായി നടന്നു. ആ നഗരത്തിൽ മൂത്ത മകളും ഉണ്ടായിരുന്നു. കുറെ നാളായി വൃന്ദ സ്വന്തം മക്കളെ ഒന്ന് കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മക്കളെ ഒന്ന് കാണാൻ നഗരത്തിലേക്ക് പോകാമെന്ന് കരുതി. രാമലാലേ, മക്കളെ കാണാൻ പോവാ. നല്ല ലഡുവും മുറുക്കും ഒക്കെ തരണം. നല്ല നെയ്ല് വേണം ഉണ്ടാക്കാൻ. ഞാൻ അവരെ കണ്ടിട്ട് വന്നിട്ട് പൈസ തരാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട വൃന്ദ ചേച്ചി, മധുര പലഹാരങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങളുടെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാര് എന്തായാലും നിങ്ങളെ പുകഴ്ത്തി പറയും. അങ്ങനെയുള്ള മധുര പലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അറിയാവോ? ശരി ശരി, ആയി കഴിയുമ്പോൾ ഒന്ന് വീട്ടിലേക്ക് വന്ന് തന്നേക്കണം. രാവിലത്തെ ബസ്സിന് എനിക്കങ്ങോട്ട് പോകണം. അങ്ങനെ രാവിലെ തന്നെ ബസ് കയറി വൃന്ദ നേരെ മൂത്ത മകളായ സുനേനയുടെ വീട്ടിലേക്ക് പോകും. വൃന്ദ 2 മക്കളോടും വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. പെട്ടെന്ന് അമ്മയെ കാണുമ്പോൾ തന്നെ സുനേനയുടെ മുഖം വല്ലാണ്ട് തന്നെയാകും. അമ്മ, എന്താ ഇവിടെ പെട്ടെന്ന്? എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ കരുതി പെട്ടെന്ന് എന്നെ കാണുമ്പോൾ നിനക്ക് സന്തോഷമാവുമല്ലോ. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടായില്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല അമ്മ. കെട്ടിച്ചു വിട്ടത് വലിയ വീട്ടിലല്ലേ അമ്മ, അതുകൊണ്ടാ. അമ്മയ്ക്കറിയാലോ, ഇവിടെ വലിയ വലിയ ആൾക്കാർ എപ്പോഴും വന്നും പോയിരിക്കും. അമ്മ പെട്ടെന്ന് വന്നതുകൊണ്ടേ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതാ. ഇന്ന് ആകാശ് ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സേ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആ കാര്യം നോക്കണം. അമ്മ ഒരു കാര്യം ചെയ്യ, എന്റെ റൂമിൽ പോയിരുന്നോ. രാമുചേട്ടൻ അമ്മയ്ക്ക് കഴിക്കാനുള്ള ആഹാരവും ചായയും തരും. ആ മോളെ, ആദ്യം നീ ആകാശിന്റെ കാര്യം നോക്ക് കേട്ടോ. ഞാൻ നിന്റെ റൂമിലിരുന്നോളാം. ആഹാരമൊക്കെ എനിക്ക് പിന്നെ മതി. ഞാൻ വരുന്ന വഴിക്ക് ചപ്പാത്തി അച്ചാറും കൊണ്ടുവന്നായിരുന്നു. എനിക്കാണെ വിശപ്പുമില്ല. ആ മോളെ, പിന്നില്ലേ,
രാമുചേട്ടന്റെ കടയിൽ നിന്ന് ഞാനേ മധുരപ്പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കത് അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ ചേട്ടന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ കാര്യമൊക്കെ പിന്നെ സംസാരിക്കാം. പെട്ടെന്ന് പോയി റൂമിലിരിക്കെ. ഇപ്പൊ ഇതൊന്നും തുറക്കണ്ട കേട്ടോ. സുനേന പറഞ്ഞത് കേട്ട് വൃന്ദയ്ക്ക് ആകെപ്പാടെ വിഷമമായി. ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നേരെ അങ്ങ് പോയി. 2 മണിക്കൂറായിട്ട് മുറിയിൽ ആരും വന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും വൃന്ദയോട് ചോദിച്ചില്ല. കുറെ നേരം കഴിഞ്ഞ് സുനേനയുടെ ഭർത്താവ് ആകാശ് അങ്ങോട്ടേക്ക് വരും. അവിടെ വൃന്ദ ഇരിക്കണത് കാണുകയും ചെയ്യും. അയ്യോ അമ്മയോ, എപ്പോ വന്നു? അനുഗ്രഹിച്ചാലും. ആ മോനെ, നന്നായി വാ. കുറച്ചേരായി വന്നിട്ട്. സുനേന ഇവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നോട്. മോന്റെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അതുകൊണ്ടാ കാണാതിരുന്നേ. അതെ അതെ, എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു. അവരെല്ലാം പോയി. എൻ്റെ സുഹൃത്തിൻ്റെ വിവാഹ വാർഷികമായിരുന്നു ഇന്ന്. അയ്യോ സോറി അമ്മ, ഞാൻ മറന്നുപോയി അമ്മ വന്ന കാര്യം. കുറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ മറന്നുപോയി. അമ്മ രാമുചേട്ടനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിപ്പിക്കാത്ത എന്ത്? ഇവിടെ അമ്മായി ആണെങ്കിൽ മൂത്ത ചേട്ടത്തിയുടെ വീട്ടിൽ പോയേക്കുവാ, അതാ പ്രശ്നം. ഇല്ലെങ്കിൽ അമ്മായി അമ്മയ്ക്ക് കൂട്ടു തന്നേനെ. അതുകൊണ്ടാ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞേ. രാമുചേട്ടാ, അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കൂ. അയ്യോ വേണ്ട മോളെ, ഞാൻ ഒരു ദിവസത്തേക്ക് വന്നതാ. ഇനി രാത്രി വർഷയുടെ അവിടെ പോയി നിൽക്കാം. നിങ്ങളെ രണ്ടുപേരെയും കണ്ടല്ലോ ഞാൻ. പിള്ളേരെവിടെ കാണുന്നില്ലല്ലോ. പിള്ളേരെ അമ്മായിയുടെ കൂടെ പോയേക്കുവാ. 2 ദിവസത്തെ അവധിയല്ലേ, അതുകൊണ്ടാ അങ്ങോട്ട് വിട്ടു. അമ്മ ഞാൻ ലേറ്റ് ആവുന്നു, ഒന്ന് ഒരുങ്ങട്ടെ. അതിനെന്താ മോളെ. ആകാശ് മോനെ, എൻ്റെ അടുത്ത് അധികമൊന്നുമില്ല. ഇതെന്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും മേടിക്കണോ ഇത്. എല്ലാവർക്കും വേണ്ടി ഞാൻ ലഡുവും മുറുക്കും കൊണ്ടുവന്നിട്ടുണ്ടേ. പിള്ളേർക്ക് കൊടുക്കണേ, കഴിക്കണേ. ഇത് നീയും പിടിച്ചോ. ഇനി എന്ന് കാണുമെന്ന് അറിയില്ല. അമ്മ എന്തുവാ എപ്പം നോക്കിയാലും ഇത്രയും അമ്മയ്ക്ക് തരാനുള്ളൂ? ഒരു കാര്യം ചെയ്യ്, ഇത് വർഷയ്ക്ക് കൊണ്ടേ കൊടുത്തേരെ. അവക്കല്ലേ പൈസയുടെ ആവശ്യം. ആകാശ് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തേരെ. ദിനേശിന് ആവശ്യം വരും. ആ ശരി. അയ്യോ എന്തിനാ മോളെ ഇങ്ങനെ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി. സുനേന പറയണ കേക്ക്. അമ്മ എനിക്ക് ഓൾറെഡി ലേറ്റ് ആയി. ബ്യൂട്ടി പാർലറിൽ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചേക്കുവാ. എന്താ? എനിക്ക് സമയമൊന്നുമില്ല. ആ പിന്നെ രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആഹാരം കഴിച്ചിട്ട് പോണം. പോകുമ്പോ പറഞ്ഞിട്ട് പോണേ. ഇല്ലല്ലേ, ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കും പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ. ഇവിടെയാണെ കള്ളന്മാരുടെ ശല്യമുണ്ട്. ഒരുപാട് ആഗ്രഹത്തോടെയാണ് വൃന്ദ മകളെ കാണാൻ വന്നത്. പക്ഷെ സുനേനയുടെ പെരുമാറ്റം സ്വന്തം അമ്മയോട് അത് വളരെ ദുഃഖകരമായിരുന്നു. മൂത്ത മകളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. രാമുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെട്ടു. വൃന്ദയുടെ കണ്ണിൽ കണ്ണുനീരായിരുന്നു. അവൾ ആലോചിക്കുകയായിരുന്നു, മൂത്ത മകളുടെ അടുത്ത് നിന്നപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇളയ മകളുടെ അടുത്ത് പോകുമ്പോൾ എന്താകുമെന്ന്. വൃന്ദ ആലോചിച്ച് നടക്കുകയായിരുന്നു റോഡിൽ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അവിടെ വന്ന് നിൽക്കും. ആ ഓട്ടോറിക്ഷ ദിനേശിന്റെ ആയിരുന്നു. കാരണം ദിനേശ് ഓട്ടോറിക്ഷക്കാരനായിരുന്നു. ആ അമ്മയോ? അമ്മയെ ഇവിടെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. അമ്മ നഗരത്തിൽ വന്നിട്ടും പറഞ്ഞില്ലല്ലോ ഇതുവരെ. അമ്മ വന്ന് ഓട്ടോയിലിരിക്കെ, ഞാൻ കൊണ്ടുവിടാം. അത് പിന്നെ ഞാൻ വർഷേനെ കാണാൻ വരികയായിരുന്നു. ആദ്യം സുനേന മോളെ കാണാന്ന് കരുതി. അവളെ കണ്ടിട്ട് വരുന്ന വഴിയാ. കൊള്ളാം, നല്ലത് തന്നെ. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? വർഷയ്ക്ക് അമ്മയെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. അമ്മ വന്ന് ഓട്ടോയിലിരിക്കും. നമുക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി തണുത്ത വെള്ളം മേടിക്കാം. ദിനേശ് അടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് തണുത്ത വെള്ളം വാങ്ങിച്ച് നേരെ വൃന്ദയ്ക്ക് കൊണ്ടു കൊടുക്കും. ദിനേശ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും. വൃന്ദയുടെ മുഖത്ത് ഒരിത്തിരി വിഷമവും ഇത്തിരി സന്തോഷവും കാണുന്നുണ്ടായിരുന്നു. കുറച്ചേരം കഴിയുമ്പോൾ ദിനേശ് നേരെ വീട്ടിലേക്ക് എത്തിക്കും. അമ്മ, അമ്മയോ? എത്ര നാളായി അമ്മേനെ കണ്ടിട്ടൊന്ന്. അമ്മയ്ക്ക് അറിയില്ല എന്റെ സന്തോഷം അമ്മേനെ കണ്ടിട്ട്. ഷോ, എനിക്ക് എന്ത് വിഷമായിരുന്നു എന്നറിയോ? ഇദ്ദേഹത്തോട് ഞാൻ എപ്പോഴും പറയാം എനിക്ക് എന്റെ അമ്മയെ കാണണമെന്ന്. എനിക്കിപ്പോ സന്തോഷമായി, എന്റെ അമ്മ വന്നല്ലോ. വരുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നേ? ആദ്യം സുനേന ചേച്ചിനെ കാണാൻ പോയല്ലേ? ഞാൻ ചെറുതല്ലേ, അതുകൊണ്ട് രണ്ടാമത് കാണാന്ന് കരുതിയല്ലേ? അത് സത്യ. ഞാൻ ആദ്യം സുനേനനെ കാണാനാ പോയത്. അവിടുന്ന് വരുന്ന വഴിയാ. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്നത്. എന്റെ വീട്ടിലെ ഉണക്കറൊട്ടിയൊക്കെ കഴിക്കും അമ്മ. എന്നാലും പറ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇന്ന് എന്റെ കൈകൊണ്ടുണ്ടാക്കി തരും. വൃന്ദ സന്തോഷവും കൊണ്ട് അവളോട് പറയും, അത് ഒരു ഇഞ്ചിയിട്ട ചായ ഉണ്ടാക്കി തരുമോ? മുട്ടുവേദനയാ. ആ, ചായ ഞാൻ ഉണ്ടാക്കി തരാം. അതേന്നേ, അമ്മയ്ക്ക് വേണ്ടി സമോസ വാങ്ങിച്ചോണ്ട് വാ. അമ്മ ഒന്നും കഴിച്ചില്ലെന്നാ തോന്നുന്നത്. ആ ശരി, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇല്ല മോനെ, സമൂസ വേണ്ട. രാമുചേട്ടന്റെ കടയിലെ ലഡുവും മുറുക്കും ഉണ്ട്. രാമുചേട്ടന്റെ കടയിലെ പലഹാരമോ? ഓ, ഇത് കഴിക്കാൻ എത്ര നാളായി കൊതിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം, എന്നിട്ട് 3 പേർക്ക് ഇരുന്ന് കഴിക്കാം. വർഷയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷെ അവൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു. അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമാവുമെന്ന് അവൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തോണ്ടിരുന്നു.
ദിനേശും അതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. കുറച്ചു ദിവസത്തേക്ക് വൃന്ദ ഇളയ മകൾ വർഷയുടെയും ദിനേശിന്റെ കൂടെ നിന്നു. രണ്ടുപേരും കൂടെ അമ്മേനെ കറക്കി, ഷോപ്പിംഗ് ചെയ്യിപ്പിച്ചു, നല്ല സാരി വാങ്ങിക്കൊടുത്തു. അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവര് ചെയ്തു കൊടുത്തു. അവിടുന്ന് പോകുന്ന വഴി വൃന്ദ ഒരു കാര്യം തീരുമാനിച്ചു. വീട്ടിലെത്തിയ ഉടനെ വൃന്ദ അവളുടെ വീടും സ്ഥലവും ഇളയ മകൾ വർഷയുടെ പേരിലാക്കി. കാരണം മൂത്ത മകൾ വലിയ പണക്കാരിയായിരുന്നു. മൂത്ത മകൾക്ക് ഒന്നിന്റെയും കുറവില്ലായിരുന്നു. ഇനി എന്തെങ്കിലും അവൾ കൊടുത്താൽ തന്നെ അവൾ അത് നിരസിക്കുകയും ചെയ്യും. ആവശ്യമുള്ള ഒരു സാധനം അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ അതിന്റെ വില മനസ്സിലാകുള്ളൂ. വർഷയുടെ മനസ്സ് വലുതായിരുന്നു. വർഷയ്ക്ക് ബന്ധങ്ങൾ വലുതു തന്നെയായിരുന്നു. അതുകൊണ്ട് വൃന്ദ ഇളയ മകൾ വർഷനെ തന്നെ സഹായിക്കാമെന്ന് കരുതി. അങ്ങനെ അവളുടെ വീടും സ്വത്തുമെല്ലാം വർഷയുടെ പേരിൽ ആക്കിക്കൊടുത്തു. Thanks for watching.